അപ്പോൾ ഇത്തവണത്തെ യാത്ര മലേഷ്യയിലേക്കാണ്. ഫാമിലിയായിട്ടാണ്. അപ്പോൾ ബിസിനസ് ക്ലാസ്സായിട്ട് നേരെ അവർ കൊണ്ടുവന്നിട്ടാക്കി അവിടെ കൊണ്ടോയി ഇരുത്തിയായിരുന്നു. അപ്പോൾ എന്തായാലും നേരെ പോയി മലേഷ്യയിലെത്തി. അവിടുന്ന് ഒരു ടാക്സി പിടിക്കാനാണ് പ്ലാന്. എയർപോർട്ടിൽ നിന്ന് തന്നെ ടാക്സി എടുത്തു. നേരെ ഹോട്ടലിലേക്കാണ് പോകുന്നത്. ഹോട്ടലിലേക്ക് ഇപ്പം നേരത്തെ തന്നെ എത്തിയിട്ട് രാവിലെ തന്നെ എത്തിയത് കൊണ്ടിട്ട് മിക്കവാറും ഹോട്ടലിൽ ചെക്കിങ് 1 മണിക്കാണ്. പറഞ്ഞ പോലെ തന്നെ സംഭവിച്ച് 1 മണിക്കായിരിക്കും ചെക്കിങ്. അതിപ്പോൾ മാളിൽ പോയി ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിന് ശേഷമാണ് നമ്മൾ ഹോട്ടലിലേക്ക് വന്നത്. അത് അപ്പാർട്ട്മെൻറ്റായിരുന്നു. 2 BHK ആയിരുന്നു. നല്ല രസമുള്ള ഹോട്ടലായിരുന്നു കേട്ടോ. 2 ഇതായിട്ടാണ് ഞാൻ താമസിച്ചതിൽ ഏറ്റവും വൃത്തിയുള്ള ഒരു ഹോട്ടലായിരുന്നു ഈ ഇതുള്ളത്. അപ്പോൾ എന്തായാലും ഇവിടുത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഒരു മീറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനാണ് വന്നിരിക്കുന്നത്. എന്തായാലും നല്ല ഹോട്ടൽ തന്നെയാണ്. 2 പിള്ളേർക്ക് 2 കിഡ്സ് ബെഡും ഉണ്ട്. അതിനുശേഷം വേറെ റൂമുണ്ട്. അവിടുന്നൊരു ഒരു ടാക്സി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് കുറേ സ്ഥലങ്ങൾ പോകാനുണ്ട്. അതുപോലെ ഒരു മീറ്റിംഗ് ഉണ്ട്. അവിടുത്തെ ഒരു മോസ്കിലൊക്കെ പോയായിരുന്നു. നാഷണൽ മോസ്കിലൊക്കെ പോയായിരുന്നു. അതിനുശേഷം കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. അതിനിപ്പോൾ ഇവരെ കുറേ സ്ഥലങ്ങൾ കൊണ്ടോയി കാണിച്ചിട്ട് ഞാൻ ഫ്രീ ആകും. ആ ഒരു പ്ലാനിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു 3 ഡേയ്സ് പ്ലാനിലാണ്. അവർക്കപ്പോൾ ഫുഡ് അപ്പോൾ അവിടുന്ന് മേടിച്ച് നേരെ ജെൻറ്റിങ് ഹൈഡലിലേക്കാണ് പോകുന്നത് കേബിൾ കാറിൽ. അപ്പോൾ അതിൽ നേരെ മേളിലാണ് പോകുന്നത്. വേൾഡിലെ ഏറ്റവും വലിയ ഹോട്ടൽസും അതുപോലെ തന്നെ ജെൻറ്റിങ്ങും സ്കൈ വേൾഡൊക്കെ അവിടെയാണ് ഉള്ളത്. അപ്പോൾ താമസിച്ചിട്ടുണ്ട്. ഞാൻ ചെന്നപ്പോൾ ടൈം താമസിച്ചു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അവിടെ ചെന്നാൽ കയറാൻ പറ്റുമോയെന്ന്. പക്ഷേ സ്കൈ വേൾഡ് തീം പാർക്കിൽ കയറാൻ പറ്റിയില്ല. അപ്പോൾ അവിടെയൊക്കെ നടന്നു കുറേ അതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻഡോർ പാർക്കുണ്ട്. അതിലൊക്കെ പോയി. അതിന് ശേഷം കുറച്ച് ഷോപ്പിംഗ് ചെയ്യാന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിള്ളേരൊക്കെ എന്തായാലും ഇതിലൊക്കെ കളിക്കുകയായിരുന്നു ചെയ്തത്. എന്തായാലും ഇവർക്കൊരു സന്തോഷമായി. ഇത്തവണ വെക്കേഷൻ അങ്ങ് പോയില്ലായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം കുറച്ച് ഷോപ്പിംഗ് കാര്യങ്ങളുണ്ടായിരുന്നു. അതിന് കയറിയായിരുന്നു. പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇതെല്ലാം എന്താ പറയേണ്ടത് ഈ ഒരു ഇത് ഡ്രസ്സ് എടുക്കാനാണ് ജപ്പാൻ്റെയാണ് അത്. ആ ഒരു ഷോപ്പിൽ കയറി കുറേ പർച്ചേസ് ചെയ്തു. അതിനുശേഷം നേരെ താഴത്തേക്ക് ഇറങ്ങിയാണ് കേബിൾ കാറിൽ തന്നെ താഴത്തേക്ക് പോരുകയാണ് ചെയ്തത്. പറഞ്ഞ പോലെ തന്നെ സ്കൈ വേൾഡിൽ കയറാൻ പറ്റിയില്ലായിരുന്നു. അതിനുശേഷം കുറച്ച് ചോക്ലേറ്റ് കാര്യങ്ങളൊക്കെ മേടിക്കുകയാണ് ചെയ്തത്. എന്തായാലും അതൊക്കെ മേടിച്ച് ഇതൊക്കെ ഒരു ആർട്ടിഫിഷ്യലാണ് ട്ടോ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യലാണ്. അതിനുശേഷം നേരെ ഹോട്ടലിലേക്ക് വരികയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും റൂമിലെത്തി വളരെ സന്തോഷം. പിള്ളേരെല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്.